3 ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം നമ്മളെല്ലാം ബാക്ക് ടു ട്രിവാൻഡ്രമാണ്. സോ ചെക്കൗട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന പാടശേഖരത്തിൽ നിറച്ച് വെള്ളം കയറിയിട്ട് ആൾക്കാർ ചൂണ്ടയിടാൻ വന്നിരിക്കുക. ഞാനത് കുറച്ചിങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കാറ്, അതായത് റാപ്പിഡോ വന്നു കേട്ടോ. റാപ്പിഡോ ബുക്ക് ചെയ്ത്, ഞാൻ ഈ റാപ്പിഡോ എന്നുള്ളൊരു സംഭവം തന്നെ ഞാൻ എറണാകുളത്ത് വന്നിട്ടാണ് കേൾക്കുന്നത്. അല്ലെങ്കിൽ ഊബറാണ്. ഊബറിനെക്കാളും എനിക്ക് കുറച്ചും കൂടെ റാപ്പിഡോ ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടെ ഈസിയാണ് ആക്സസും അവൈലബിലിറ്റി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ 10:40 ട്രെയിനുള്ളത്. 10:16 അതിൻ്റെ സമയം. വൈകിട്ടത്തെ ട്രിവാൻഡ്രം മെയിൽ എക്സ്പ്രസ് അല്ല, മെയിൽ. സോ എല്ലാവരും കൂടെ അത്രയും സമയം ചിലവാക്കാൻ വേണ്ടി സിനിമ കാണാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾ ഇതിന് മുന്നേ ഈ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. ഇതിൽ കരിയാട് എന്നിട്ട് ഈ സ്ഥലത്തിൻ്റെ പേര്. സോ അവിടെ അടിപൊളി. ഈ തിയേറ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് നമ്മൾ കണ്ട സിനിമ ഏതാണെന്നറിയാമോ? ദേവദൂതൻ 24 വർഷങ്ങൾക്ക് ശേഷം 2000 റിലീസ് ചെയ്തിട്ട് 2024 ഇതാ എല്ലാ ഷോയും ഹൗസ്ഫുള്ളോട് കൂടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ദേവദൂതൻ. ആൻഡ് അത് എനിക്ക് ടി വി തന്നെ കുറേ സിനിമകൾ എനിക്കിങ്ങനെ കാണാപ്പാടമാണ്. ദേവദൂതനാണെങ്കിലും അതുപോലെ തന്നെ ദിലീപിൻ്റെ കുറേ സിനിമകൾ എനിക്കിത് കാണാപ്പാടമാണ്. പഴയ കുറേ മലയാളം സിനിമകൾ കാണാപ്പാടമാണ്. മലപ്പുറം ഹാജി, മഹാനായി ജോജി, ഇങ്ങനത്തെ കുറേ സിനിമകൾ കാണാപ്പാടമാണ്. എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ദേവദൂതൻ കാണാം. അതും വലിയ തിയേറ്ററിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കേൾക്കാൻ ഞാനിങ്ങനെ എന്താ പറയുക, ഹൈലി എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു. സോ ഞാനിങ്ങനെ ആസ്വദിച്ചിരിക്കുക. ദേവദൂതൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ വന്നപ്പോൾ ഞാൻ വേറെ ലെവലായി. പാട്ടൊക്കെ ഉണ്ടല്ലോ, പാട്ടൊക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ അയ്യോ ഹെവൻലി ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ അതാ മണിച്ചിത്രത്താഴിൻ്റെ റിലീസിങ് ആണ്. ഓഗസ്റ്റ് 15 ശേഷമാണെന്ന് തോന്നുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് എത്തിയിട്ട് ഓഗസ്റ്റ് 15 അതിന് ശേഷമാണ് ടിക്കറ്റ് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് മണിച്ചിത്രത്താഴും കൂടെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. യോധ ട്രിവാൻഡ്രം നല്ല റിലീസിങ്ങിന് വന്ന സന്തോഷം വരുമോ എന്തോ. അങ്ങനെ സിനിമയെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഹാങ് ഓവറിൽ നല്ല തണുപ്പായിരുന്നു. ഇച്ചിരി തണുപ്പ് കൂടിപ്പോൾ. ഓൾറെഡി അങ്കമാലി ആ സൈഡ് നല്ല മഴയായിരുന്നു. അപ്പം മഴ മാറി കുറച്ച് കുറഞ്ഞപ്പോഴത്തേനും തണുത്ത കാറ്റുമൊക്കെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ നല്ല ഹെവി മഴയായിരുന്നു. ആ ഹെവി മഴ കുറച്ച് തോർന്ന സമയം കൊണ്ട് വീണ്ടും റാപ്പിഡോ വിളിച്ച് ഞങ്ങൾ സ്റ്റേഷനിലെത്തിയപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെയും കൂടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് കടയുടെ ഫ്രണ്ട് നിന്ന് അവസാനം ആൾ വന്നു. തിരിച്ച് സ്റ്റേഷനിലെത്തി. അങ്കമാലി സ്റ്റേഷനൊക്കെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഞങ്ങളുടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ട്രെയിൻ ദൂരേന്ന് ചൂളം വിളിച്ച് ഓടി വന്ന്. ആ സമയത്ത് ഞാനൊരു വീഡിയോ എടുത്തിരുന്നു. അത് ഞാൻ എവിടെ കൊണ്ട് എഡിറ്റ് ചെയ്ത് വഴിക്കത് പോയതാണോ എന്തായാലും ട്രെയിനിൻ്റെ അകത്ത് ഞങ്ങൾ കയറി. നമ്മൾ 4-5 പേർക്ക് അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. നമ്മൾ 3 പേർക്ക് ഒരു കോച്ചും വേറെ 2 പേർക്ക് വേറെ ഒരു കോച്ചുമായിരുന്നു പോയി. എന്നാലും രാവിലെ ഉറക്കം എന്ന് പറയാൻ പറ്റത്തില്ല, ഒന്ന് മയങ്ങി എണീറ്റ് റെഡിയായി ട്രിവാൻഡ്രം പേട്ടയിലാണ് ഞാൻ ഇറങ്ങിയത്. സോ അവിടുന്ന് കുറച്ചേ ഉള്ളൂ വീട്ടിലോട്ട്. എൻ്റെ തല ഇതിൻ്റെ സീലിങ്ങിൽ മുട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ കുനിഞ്ഞ് കൂടിയാണ് ഇരുന്നത്. സോ എൻ്റെ ഫൈനൽ വ്ലോഗിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. താത്ത ഇറങ്ങിയതിന് ശേഷം പേട്ടയിൽ ഞാൻ ഇറങ്ങി. സോ എൻ്റെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ.